പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-8 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സകലതും കടന്നുപോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് നിത്യം നിലനിൽക്കുന്നത്. ആ വചനത്തിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം. വചനത്താൽ സർവ്വവും സൃഷ്ടിക്കപ്പെടുകയും പരിപാലിക്കുകയും ചെയ്യും. വചനമായിരുന്ന ദൈവം ആദിമുതലേ അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ആ വചനത്തിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. നശ്വരമായ ഈ ലോകത്തിലെ വസ്തുക്കളെ ശേഖരിച്ചു വയ്ക്കാൻ ആവശ്യകതയില്ല. അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന